السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله وصلى الله على محمد وعلى آله وأصحابه أجمعين أما بعد. بسم الله الرحمن الرحيم. ولا تؤتوا السفهاء أموالكم التي جعل الله لكم قياما وارزقوهم فيها واكسوهم وقولوا لهم قولا معروفا. ഏറ്റവും ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ സഹോദരങ്ങളെ, നമ്മുടെ രാജ്യം സാമ്പത്തികമായ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് നമ്മുടെ രാജ്യം ഇനി അഭിമുഖീകരിക്കാനുള്ളത് എന്നും ഈ രംഗത്തെ വിദഗ്ധന്മാർ മുന്നോട്ട് വെക്കുന്ന ധാരാളം അഭിപ്രായങ്ങളും കണ്ടെത്തലുകളുമൊക്കെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ബഡ്ജറ്റുകളൊക്കെ നമ്മൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആൻ മൊത്തത്തിലൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതി എങ്ങനെയായിരിക്കണം, കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കി തരുന്നതായി വായിക്കാൻ കഴിയും. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ട ഒരു സ്വപ്നം, ആ സ്വപ്നവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫ്, പിന്നീട് ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തിലെ ഭരണാധികാരി കണ്ട സ്വപ്നം, ആ സ്വപ്നത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ثم يأتي من بعد ذلك سبع شداد يأكلن ما قدمتم لهن إلا قليلا مما تحسنون എന്നാണ്. 7 ഉണങ്ങിയ പശുക്കുട്ടികൾ 7 തടിച്ച പശുക്കുട്ടികളെ തിന്നുന്നതായിട്ട് ഇങ്ങനെ വ്യത്യസ്തമായ സ്വപ്നം അവിടുത്തെ ഭരണാധികാരി കണ്ടു എന്ന് ഖുർആൻ പറയുന്നു. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായി മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നത്, ഈ രാജ്യത്ത് വരാനിരിക്കുന്ന 7 വർഷത്തെ ദാരിദ്ര്യവും പട്ടിണിയും സാമ്പത്തിക പ്രതിസന്ധിയുമാണ്. രാജ്യം 7 വർഷം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നു എന്ന് ബുദ്ധിമാനായ യൂസുഫ് നബി അലൈഹിസ്സലാം സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായി പറഞ്ഞു എന്ന് ഖുർആൻ പറയുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വിവിധ രാജ്യങ്ങളൊക്കെ അഭിമുഖീകരിച്ചൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് പരിഹാരമായി മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഭരണാധികാരിക്ക് പറഞ്ഞു കൊടുക്കുന്നത്, വരാനിരിക്കുന്ന 7 കൊല്ലത്തേക്ക് വേണ്ടി നിങ്ങൾ വിഭവങ്ങൾ സമാഹരിക്കണമെന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ഭക്ഷണത്തിന് വേണ്ടി നെട്ടോട്ടമുണ്ട്. അരി കിട്ടാനില്ല, ഗോതമ്പ് കിട്ടാനില്ല, ഭക്ഷണങ്ങൾ കിട്ടാനില്ല. ആ അവസ്ഥയിൽ ജനങ്ങൾ വലിയ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ വരാനിരിക്കുന്ന 7 കൊല്ലത്തേക്ക് ഭക്ഷണ വിഭവങ്ങൾ നിങ്ങൾ സമാഹരിച്ച് വെക്കണം
എന്ന് ഭരണാധികാരിയുടെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായി മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു കൊടുത്തതായി സൂറത്ത് യൂസുഫിൽ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം ആ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്ന് വളരെ ഭയത്തോടെയാണ് നമ്മളൊക്കെ നോക്കിക്കാണേണ്ടത്. ഖുർആൻ ചുമ്മാ അവതരിപ്പിച്ചൊന്നുമല്ല. ഖുർആനിലെ ഓരോ കഥകളും ചരിത്രങ്ങളും ഉദാഹരണങ്ങളും വരാനിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷനായി പരിഹാരമായിട്ടാണ് പടച്ചതമ്പുരാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. മഹാന്മാർ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞാൽ സമ്പത്ത് അല്ലാഹുവിൻ്റെതാണ്. ഓരോ മനുഷ്യരെയും സമ്പത്ത് അല്ലാഹു കുറച്ച് കാലത്തേക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും വീടുകളുടെ ആധാരം, സ്വത്തിന്റെ ആധാരം ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഇതെത്ര കാലം നിങ്ങളുടെ ആധാരം കയ്യിലുണ്ടാവും? ആ തോട്ടത്തിന്റെ ആധാരം, ഈ തോട്ടത്തിന്റെ ആധാരം പത്തനാപുരത്തെയും പത്തനംതിട്ടയെയും അതേപോലെ നെടുങ്കണ്ടത്തെയും കുമ്മളിയിലെയും ഇങ്ങനെ കട്ടപ്പന ഭാഗത്തെയൊക്കെ കുറെ തോട്ടങ്ങളുടെ ആധാരം നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. കുറച്ചു കാലത്തേക്ക് നിങ്ങളുടെ കയ്യിലേക്ക് പടച്ചു തമ്പുരാൻ ഈ ആധാരം നാം വിളിച്ചോന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ആധാരത്തിന്റെ കൂടെ ഒരു മുന്നാധാരമുണ്ട്. നമ്മുടെ വീടുകൾക്കെല്ലാം മുന്നാധാരമുണ്ട്. ഈ മുന്നാധാരത്തിന്റെ ഉടമയാരായിരുന്നു? മുന്നാധാരത്തിന്റെ ഉടമയാരായിരുന്നു? ഒന്നിലും മരിച്ചുപോയാണ്, അല്ലെങ്കിൽ നമുക്ക് വിറ്റയാണ്. ഇനി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒറിജിനൽ ആധാരം മുന്നാധാരമായി മാറും. അതുകൊണ്ട് കയ്യിൽ അലമാര ഈ കെട്ട് ആധാരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരിക്കാനുമില്ല. കുറച്ചു കാലത്തേക്ക് നിന്റെയൊക്കെ കയ്യിൽ പടച്ചോൻ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് മഹാന്മാർ പറയുന്നു. ഈ പണമൊക്കെ അതിന്റെ ഉടമയായ പടച്ചതമ്പുരാൻ എങ്ങനെയാണോ നിർദ്ദേശിച്ചിരിക്കുന്നത് അതനുസരിച്ച് ക്രയവിക്രയം ചെയ്യാവൂന്ന്. യഥാർത്ഥ ഉടമസ്ഥൻ പടച്ചവനാണ്, തമ്പുരാനാണ്, അല്ലാഹുവാണ്. അല്ലാഹു എങ്ങനെയാണോ നിർദ്ദേശിച്ചിരിക്കുന്നത് ആ നിർദ്ദേശിച്ചതനുസരിച്ച് നിന്റെ തോട്ടവും നിന്റെ വീടും സ്ഥലവും ഫാക്ടറിയും കമ്പനിയും ഒക്കെ അത് ഉപയോഗപ്പെടുത്താവും, ക്രയവിക്രയം ചെയ്യാവും. നിന്റെ തോന്നുന്നത് പോലെ ക്രയവിക്രയം ചെയ്യാനുള്ളതല്ലായിരുന്നു മഹാന്മാരായ ഗ്രന്ഥങ്ങൾ നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരിക. ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാനുള്ള വിഭവങ്ങളെല്ലാം അല്ലാഹു സൃഷ്ടിച്ചു. സ്വർണം, വെള്ളി, എണ്ണ, ഇരുമ്പ്, പാറകൾ, കൃഷികൾ, തോട്ടങ്ങൾ, മണ്ണ്, വെള്ളം, വായു, വെളിച്ചം. വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. വെളിച്ചം വേണം, മണ്ണ് വേണം, സ്വർണം വേണം, പെട്രോൾ ഉൽപ്പന്നം വേണം, അതേപോലെ ഇരുമ്പ് വേണം, പാറകൾ വേണം. ഇതൊന്നുമില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ കഴിയില്ല. ഈ വിഭവങ്ങളെല്ലാം പടച്ചു തമ്പുരാൻ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? കടൽ, വിഴിഞ്ഞം അടക്കമുള്ള കടൽ തീരങ്ങളൊക്കെ പടച്ചവന്റേതാണ്. അതെങ്ങനെയാണ് നിങ്ങൾ ക്രയവിക്രയം ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് അല്ലാഹു ഖുർആനിൽ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന്. ആ നിർദ്ദേശത്തിന് വിരുദ്ധമായി നീ എന്ന് പ്രവർത്തിക്കുന്നോ അല്ലാഹു ഖുർആനിൽ പറയുന്നത് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിൻ നാസ് എന്നാണ്. മനുഷ്യന്റെ കരങ്ങളെ കൊണ്ട് നടത്തിയ അതിക്രമങ്ങളുടെ ഫലമായി ഈ ലോകത്ത് പ്രകൃതിക്ക് വിരുദ്ധമായ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നു എന്ന് അല്ലാഹു പറയുന്നു. നമ്മുടെ കൈകളെ കൊണ്ട് ചെയ്ത അതിക്രമങ്ങൾ കാരണമായിട്ടാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഖുർആൻ പറയുന്നു. ഈ സമ്പത്തിനെ പടച്ച തമ്പുരാൻ പറഞ്ഞതുപോലെ ക്രയവിക്രയം ചെയ്തവരാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവര് സമ്പത്തിനെ സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കി. സമ്പത്തിനെ സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കി. ചിലർ സമ്പത്തിനെ നരകത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കി. സമ്പത്തിനെ നരകത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കിയ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെയും കഥകൾ ഖുർആനിൽ പറയുന്നുണ്ട്.
സമ്പത്തിന് നരകത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കിയ സഅലബയുടെയും അതേപോലെ തന്നെ ഖാറൂനിന്റെയും കഥകളും ഖുർആനിൽ പറയുന്നുണ്ട്. ഖാറൂൻ ഒരു വലിയ അദാനിയായിരുന്നു. അയാളുടെ ഖജനാവിന്റെ താക്കോലുകൾ 600ഓളം ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രം എണ്ണമുണ്ടായിരുന്നെന്നാണ്. ഖജനാവിന്റെ താക്കോലുകൾ സമ്പത്ത് ചുമക്കാൻ അത്ര ഒട്ടകം വേണമെന്നല്ല, അയാളുടെ സ്വർണവും വെള്ളിയും ചരക്കുകളും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഖജനാവുകൾ സൂക്ഷിക്കാനുണ്ടായിരുന്ന താക്കോൽ കൂട്ടങ്ങൾ ആയിരക്കണക്കിന് ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ അദാനികളാണ്. ഖാറൂന് എത്രയോ വലിയ അദാനിയായിരുന്നു. പക്ഷെ അയാളുടെ സമ്പത്തിനെ നരകത്തിലേക്കുള്ള നാശത്തിലേക്കുള്ള അപകടത്തിലേക്കുള്ള ചവിട്ടുപടിയായി ഉപയോഗിച്ചു എന്ന് ഖുർആൻ പറയുന്നു. സൂറത്ത് തൗബയിൽ സഅലബയുടെ കഥ പറയുന്നുണ്ട്. എത്രയോ തവണ നമ്മൾ കേട്ടതാണ്. അയാൾക്ക് മുടച്ചു നമ്പരാൻ സമ്പത്ത് കൊടുത്തു അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സഹാബിയായിരുന്നു. പക്ഷെ അയാൾക്ക് കിട്ടിയ സമ്പത്തിനെ അയാൾ ദുരുപയോഗം ചെയ്തു. പടച്ചൻ പറഞ്ഞതുപോലെ ക്രയവിക്രയം ചെയ്തില്ല. അയാൾ അവസാനം നാശത്തിലേക്ക് എത്തിയെന്നും ഖുർആൻ പറയുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസാ 5-ാമത്തെ വചനം, വലാ തുത്തു സുഫഹാ അംവാലകും ലത്തി ജഅലല്ലാഹു ബൈനകും ജഅലല്ലാഹു ലക്കും ഖിയാമൻ. 5 കാര്യങ്ങളാണ് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ വിഡ്ഢികളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കരുത്. വലാ തുത്തു സുഫഹാ അംവാലകും. നിങ്ങളുടെ സമ്പത്തിനെ വിഡ്ഢികളുടെ കൈകളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കരുത്. രണ്ടാമത് ആയത്തിൽ അല്ലാഹു പറയുന്നത് ജഅലല്ലാഹു ലക്കും ഖിയാമൻ. ഈ സമ്പത്ത് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളതാണ്. അപ്പൊ സമ്പത്ത് വേണം, പണം ഉണ്ടാക്കണം. ചില ആളുകൾ പറയുന്നത് ദുനിയാവ് വേണ്ട, ദുനിയാവുമായിട്ട് ബന്ധം വേണ്ട. അങ്ങനെയാണ് അബ്ദുറഹ്മാൻ കച്ചവടം ചെയ്യുന്ന റസൂൽ പറഞ്ഞുണ്ടായിരുന്നു, അബ്ദുറഹ്മാനെ നീ ഞാൻ ദീനുമായി ബന്ധപ്പെട്ടങ്ങ് ജീവിച്ചാൽ മതി, നീ കച്ചവടത്തിൽ പോണ്ട എന്ന് പറയാമായിരുന്നല്ലോ. അബ്ദുറഹ്മാൻ കച്ചവടം ചെയ്തു. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു കച്ചവടം ചെയ്തു. ആയിരക്കണക്കിന് സഹാബികൾ കച്ചവടം ചെയ്തു, പണമുണ്ടാക്കി. എന്താണ് ഈ ഭൂമിയുടെ നിലനിൽപ്പും ഈ ഭൂമിയിലെ ജനങ്ങളുടെ നിലനിൽപ്പും സമ്പത്താണ്. ജഅലല്ലാഹു ലക്കും ഖിയാമൻ. ഈ ഹാഫിളുകൾ പഠിക്കുന്ന ആയത്താണ്. എന്നിട്ട് പണം ഉണ്ടാക്കണം. അത് തോട്ടങ്ങളിലൂടെ, കച്ചവടങ്ങളിലൂടെ, കൃഷിയിലൂടെ, റബ്ബറിലൂടെ, ചെറിയ ചെറിയ ബിസിനസ്സിലൂടെ സമ്പത്ത് ഉണ്ടാക്കണം. ആ സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ടത് അത് ബുദ്ധിമാനായിരിക്കണം, അതിനെക്കുറിച്ച് വിവരമുള്ളവരായിരിക്കണം. 2 കാര്യങ്ങൾ. ഇനി മൂന്നാമത് വറസുഖൂഹും ഫീഹാ. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അത് വിഭവങ്ങൾ നിങ്ങൾ സമാഹരിക്കണം, വിഭവങ്ങൾ നൽകണം. സമ്പത്ത് എവിടെയെങ്കിലും കൊണ്ട് കൂട്ടിയിട്ടാൽ പോരാ, അതിൽ തൊഴിലുകൾ ഉണ്ടാക്കണം. വറസുഖൂഹും ഫീഹാ. നിങ്ങളിൽ സമ്പന്നന്മാർ തൊഴിൽ രംഗങ്ങൾ വിഭവം അത് വർദ്ധിപ്പിക്കണമെന്ന്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് സമ്പന്നന്മാരുണ്ടല്ലോ. അവര് സൂപ്പർ മാർക്കറ്റുകളിലൂടെ അല്ലെങ്കിൽ വലിയ കമ്പനികളിലൂടെ, ഫാക്ടറികളിലൂടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾക്ക് ജോലി നൽകുന്നില്ലേ? അതുണ്ടാകട്ടെ. ഇൻവെസ്റ്റ് ചെയ്യണം, പണം ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ലോകത്തോട് ആദ്യം വന്നത് ഖുർആനാണ്. നമ്മുടെ കേരളത്തിൽ ഇൻവെസ്റ്റ് സംഗമങ്ങൾ നടത്തുന്നുണ്ട് സർക്കാരുകൾ. നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യണം. ഖുർആൻ പറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ ഖുർആൻ കബറും നരകവും സ്വർഗവും സിറാത്തും മാത്രം പറയുന്ന ഒരു വേദഗ്രന്ഥമാണ്, ഒരു കിതാബാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഖുർആൻ പഠിച്ചിട്ടില്ല എന്നാണ്. പണമുള്ളവർ തൊഴിലുകൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. ഇന്നത്തെ അർത്ഥം അങ്ങനെ കൊടുത്താൽ മനസ്സിലാവും. അത് ജനങ്ങൾക്ക് ധരിക്കാനും ഉടുക്കാനും, ജനങ്ങൾ സമ്പന്നരാവാനും, ജനങ്ങളിലേക്ക് സാമ്പത്തിക മേഖല ഉണ്ടാവാൻ വേണ്ടി നിങ്ങളത് ഉപയോഗിക്കണം. ജനങ്ങളോട് നല്ല വർത്തമാനം പറയണം. അപ്പൊ 5 കാര്യങ്ങളാണ് ഖുർആൻ പറയുന്നത്. 1, വ്യക്തികളുടെ കയ്യിൽ പണം ഏൽപ്പിക്കരുത്. 2, പണം ഈ ഭൂമിയുടെ നിലനിൽപ്പിന്റെ ആധാരമാണ്. 3, പണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ഈ 100 ലക്ഷം കോടിയും 50 ലക്ഷം കോടിയും പണക്കാരുടെ മാത്രം ചുറ്റി
ഈ പണമുള്ളവരുടെ ഇടയിൽ മാത്രം പണം ചുറ്റിക്കളിക്കാനല്ല, പണം താഴേക്കിടയിലേക്ക് എത്തണമെന്ന്. ഒരു വിഭാഗം മാത്രം പണക്കാരായി അങ്ങ് ജീവിക്കണ്ട. ആയത്തൊന്ന് പഠിക്കണേ. നിങ്ങളുടെ പണക്കാരുടെ മാത്രം ക്രയവിക്രയം ചെയ്യാനുള്ളതല്ല പണം. പണം പാവങ്ങളിലേക്ക് എത്തണം, ഇൻവെസ്റ്റ് ചെയ്യണം. പാവങ്ങളും പണം ഉപയോഗിക്കട്ടെ, അവരും കയറി വരട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്കാത്ത് വാങ്ങുന്നവൻ എപ്പോഴും മരണം വരെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ സക്കാത്ത് വാങ്ങുന്നവനാവരുതോ. 5 തവണ അവൻ പാവപ്പെട്ടവനായിട്ട് സക്കാത്ത് വാങ്ങിച്ചെങ്കിൽ 6ാമത്തെ തവണ സക്കാത്ത് കൊടുക്കുന്നവനായി മാറണമെന്ന്. അതാണ് അതിന്റെ അർത്ഥം. നമ്മുടെ നാട്ടിൽ സക്കാത്ത് സംവിധാനമൊക്കെ വളർന്നു വരുന്നുണ്ടല്ലോ. സക്കാത്തിന്റെ സംവിധാനങ്ങളും അതിന്റെ പ്രസ്ഥാനങ്ങളും ഒക്കെ മാഷാ അല്ലാഹ് കാഞ്ഞിരപ്പള്ളിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ പഠിച്ചു തമ്പുരാൻ വളർത്തട്ടെ, കൂടുതൽ വളർത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഇത്രയും ആളുകളുടെ മുമ്പിൽ ദുആ ചെയ്യാണ്. ഞാൻ അറിഞ്ഞിടത്തോളം 38 പേർക്ക് അവർക്കുള്ള വിഭവങ്ങളും അവർക്ക് ആവശ്യമായ മരുന്നും ഭക്ഷണം എത്തിക്കുന്നുണ്ടെങ്കിൽ ഈ 38 പേര് ഒന്ന് ശ്രദ്ധിക്കണേ, ഈ 38 പേര് മരണം വരെ ഇത് വാങ്ങാനുള്ളവരല്ല, അത് കൊടുക്കാനുള്ളവരായി മാറണോ. ഒരാൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കറിയാം, പക്ഷേ ഓട്ടോറിക്ഷ വാങ്ങാൻ പൈസ ഇല്ല. ഇവിടുത്തെ സമ്പന്നന്മാരെല്ലാം കൂടി ഒരു 2.5 ലക്ഷം രൂപ ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുത്തു. അതൊരു പെട്ടിയോട്ടയായിക്കോട്ടെ, അയാൾ അതിന് ഫ്രൂട്ട്സ് കച്ചവടം നടത്തി, മറ്റു പല കച്ചവടം നടത്തി, ഒരു 5-6 കൊല്ലം കൊണ്ട് കച്ചവടം നടത്തിയിട്ട് അയാൾ അവസാനം ഒരു 10-15 രൂപയായിട്ട് ഈ പ്രസ്ഥാനത്തിനടുത്തേക്ക് വരികയാണ്. എന്റെ ഒരു 10,000-ന്റെ സക്കാത്തിന്റെ കാശ് വാങ്ങണം. എറണാകുളത്ത് എനിക്കറിയാവുന്ന ഒരു സുഹൃത്തുണ്ട്. അയാൾ ഒരു കാലഘട്ടത്തിൽ എറണാകുളത്ത് വന്നപ്പോൾ ഞാൻ പൈസ ഉണ്ടായിരുന്നില്ല. ഇന്ന് അയാൾക്ക് ബ്രോഡ്വേയിൽ 1-ലധികം ചെരുപ്പിന്റെയും ബാഗിന്റെയും ഷോപ്പുണ്ട്. അയാൾ സക്കാത്ത് വാങ്ങുന്നവരായിരുന്നു. എറണാകുളത്തെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ അയാൾക്കൂടി സക്കാത്തിന്റെ പൈസ കൊടുത്തു. ഇന്ന് അയാള് 2-3 ബാഗിന്റെ ചെരുപ്പിന്റെ ഷോപ്പിന്റെ ഉടമയായി. അയാൾ ഇന്ന് സക്കാത്ത് കൊടുക്കുന്നവനായി മാറി. അതാ ഖുർആൻ പറയുന്നത്, നിങ്ങൾ സമ്പന്നന്മാർക്കിടയിൽ മാത്രം ചുറ്റിക്കളിക്കാനുള്ളതല്ല പണം എന്ന് അല്ലാഹു ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുക. പ്രിയമുള്ളവർ, ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങളുടെ മുമ്പിൽ സൂറത്തുൽ ബഖറയിൽ 21 ആയത്ത് ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ്. ഈ വിഷയം ഇങ്ങനെ അവതരിപ്പിച്ചാലേ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നതുകൊണ്ടാണ് ഒരു വികാരഭരിതനായി അവതരിപ്പിക്കാഞ്ഞത്. വികാരഭരിതനായി അവതരിപ്പിക്കേണ്ടത് കവറും ശിക്ഷയും നരകമൊക്കെയാണ്. ഈ സാമ്പത്തിക രംഗം നന്നായി നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെ പറയണം. ഇത്രയും ആമുഖമായി ഞാൻ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറ 261 മുതലുള്ള ആയത്തിൽ, സൂറത്ത് ബഖറ 261 മുതൽ 282 വരെയുള്ള ആയത്തുകൾ നിങ്ങൾ വായിച്ചു പഠിക്കണം. 21 ആയത്തുകൾ. ഈ 21 ആയത്തുകളിൽ പടച്ച തമ്പുരാൻ ഒരെണ്ണം ഹറാമാക്കാനുള്ളതും ബാക്കി അതിന്റെ ഹറാമാക്കിയതിനും ബദൽ സംവിധാനമാണ് വരുന്നത്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് സൂറത്ത് ബഖറ ഒന്ന് മറിച്ചു നോക്കണം. അതിന് 261 ആയത്ത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു കാര്യം ഹറാമാക്കിയെങ്കിൽ ഹറാമിന് പകരം അല്ലാഹു 3 കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഹലാലാക്കി ബദൽ സംവിധാനം കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടില്ല, ഒന്നുകൂടി ഞാൻ പറഞ്ഞു. അപ്പൊ പള്ളിയിലെ ഖത്തീബന്മാരെല്ലാം പ്രസംഗിക്കാൻ, നിങ്ങൾ വണ്ടി സീസിക്ക് എടുക്കരുത്, ബാങ്കിൽ പോയി ലോൺ എടുക്കരുത്, നിങ്ങൾ നിങ്ങളുടെ സ്വർണം കൊണ്ട് പണയം വെക്കരുത്, ഹറാമാണെന്ന് ഖത്തീബന്മാരും മുസ്ലിയാക്കന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഖത്തീബിന്റെ പണി നോക്കിയാണ്. ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ, ഞങ്ങൾ വീടുണ്ടാക്കണമെങ്കിൽ, ഞങ്ങൾക്ക് റബ്ബർ കച്ചവടം ചെയ്യണമെങ്കിൽ, ഞങ്ങൾക്ക് എന്തെങ്കിലും തൊഴിലെടുക്കണമെങ്കിൽ, എന്റെ പൊന്നു മുസ്ലിയാരെ ഖത്തീബെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യയുടെ സ്വർണം കൊണ്ടുപോയി പണയം വെച്ചേ പറ്റൂ. ഞങ്ങളുടെ ആധാരം കൊണ്ടുപോയി അവിടെ ഇവിടെ കൊണ്ടുപോയി പണയം വെച്ചേ പറ്റൂ. ഞങ്ങൾക്കൊരു പുതിയ വീടുണ്ടാക്കണമെങ്കിൽ ഞങ്ങൾക്ക് പണയം വെച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലോൺ എടുത്തേ പറ്റൂ. ഇങ്ങനെ ലോണും സീസിയും പണവും ഒക്കെ ഹറാമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ ബദൽ സംവിധാനമാണ് ഈ സമുദായത്തിന്റെ മുന്നോട്ട് വെക്കേണ്ടത്. ബദൽ സംവിധാനം നമ്മുടെ മുന്നിലുണ്ടോ?
ഞാൻ 5 ആഴ്ച പ്രസംഗിക്കുകയാണ്, പലിശക്കെതിരെ പ്രസംഗിക്കുകയാണ്. വല്ല കാര്യമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബഖറയിൽ 261 മുതലുള്ള ആയത്തുകൾ ഒരു കാര്യം ഹറാമാക്കി, പലിശ ഹറാമാക്കി. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമൽ റിബാ. പടച്ചവൻ കച്ചവടം ഹലാലാക്കി, പലിശ ഹറാമാക്കി. ഇത്രയും കാര്യങ്ങൾ, പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഹറാമാക്കിയിട്ട് ഈ 21 ആയത്തുകൾക്കിടയിൽ ബദൽ സംവിധാനം പടച്ചവൻ മുമ്പോട്ട് വെച്ചു. എന്താ ബദൽ സംവിധാനം? ഞാൻ 21 ആയത്ത് ഓതി അർത്ഥം പറയണമെങ്കിൽ 3 മണിയാവും. പറ്റുമോ? പറ്റത്തില്ല. ഞാൻ വേഗം പറയാം. ഒന്നാമത്തെ ബദൽ സംവിധാനം സദഖ ചെയ്യുക എന്നതാണ്. നമ്മുടെ ഈ നെയ്യാരി പള്ളി അടക്കമുള്ള കേരളത്തിലെ ഒട്ടുമിക്ക പള്ളികളിലും ജുമാഅത്ത് നടത്തുന്ന ഈ ബക്കറ്റ് കളക്ഷൻ ഉണ്ടല്ലോ, അത് സ്വതന്ത്രയാണ്. നമ്മുടെ നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഈ ബക്കറ്റ് കളക്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബഖറയിലെ 21 ആയത്തുകൾക്കിടയിൽ നിങ്ങൾ സദഖ ചെയ്താൽ അത് 700,000 മടക്കി തരുമെന്നോ സദഖയുടെ മഹത്വങ്ങൾ തന്നെ ആയിരക്കണക്കിന് ഹദീസുകളിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് സദഖ. മാഷാഅല്ലാഹ്, കഴിഞ്ഞ വെള്ളിയാഴ്ച മുമ്പത്തെ വെള്ളിയാഴ്ച നമ്മുടെ ബക്കറ്റിൽ 11,000 12,000 വീഴുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലെ രോഗവും പ്രയാസവും അനുഭവിക്കുന്ന ആളുകൾക്ക്, വിധവകൾക്കും അനാഥർക്കും വേണ്ടി നമുക്ക് സദഖ വർദ്ധിപ്പിക്കാൻ കഴിയും. അപ്പൊ പലിശയുടെ ഒന്നാമത്തെ ബദൽ സംവിധാനം എന്താണ്? സദഖ ചെയ്യുക. ഇത് ഞാൻ വെറുതെ പറയുന്നില്ല. 261 മുതൽ 282 വരെയുള്ള 21 ആയത്തുകളിൽ അല്ലാഹു ക്രമമായി പടിപടിയായിട്ടാണ് പറഞ്ഞിരുന്നത്. അല്ല അവിടെ കുറച്ച് ഇവിടെ കുറച്ച് വേറൊരു സൂറത്തിൽ വേറെ എന്തൊക്കെ പറഞ്ഞിട്ടല്ല പറയുന്നത്. ഇതാണ് സൂറത്തുൽ ബഖറയിൽ പറയുന്നത്. നമ്മൾ പഠിക്കുന്നുണ്ടോ? എന്ത് സൂറത്ത് ബഖറ? ശൈത്താനെ ഓടിക്കാൻ വേണ്ടി സൂറത്ത് ബഖറ, ശൈത്താനെ ഓടിക്കാൻ സൂറത്ത് ബഖറ തന്നെ. എന്നാൽ നമ്മുടെ സമ്പത്തിലുള്ള ശൈത്താനത്തിനെ ഓടിക്കാൻ വേണ്ടി സൂറത്ത് ബഖറ ഉപയോഗപ്പെടുത്താം. ഒരു ബദൽ സംവിധാനം സദഖയാണ്. രണ്ടാമത്തെ ബദൽ സംവിധാനം എന്താണെന്ന് അറിയോ? സക്കാത്താണ്. എന്താ സക്കാത്ത്? വിശദമായി പലരും ഇവിടെ പറയപ്പെട്ടിട്ടുണ്ട്. സക്കാത്ത് അത് ക്രിയാത്മകമായി നടപ്പിലാക്കണം. അത് റമദാൻ മാസത്തിൽ വീട്ടിനകത്ത് 500 നോട്ടും 2000 നോട്ടും മാറി വെച്ചിട്ട് 20 രൂപയും 10 രൂപയും ചില്ലറാക്കി വെച്ചിട്ട് ഇത് സക്കാത്താണ് 10 രൂപ, ഇത് സക്കാത്താണ് 20 രൂപ പറഞ്ഞുകൊണ്ട് സഞ്ചി തൂക്കി വരുന്ന ആളുകളിലേക്ക് കൊടുക്കുന്നതല്ല സക്കാത്ത്. മറിച്ച് സക്കാത്ത് അത് ക്രിയാത്മകമായി, അടിസ്ഥാനപരമായി, അത് ഉലമാക്കളുമായി, പണ്ഡിതന്മാരുമായി മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാപിച്ച് പൂർണ്ണമായും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘമായി പ്രവർത്തിക്കുന്നതിനാണ് സക്കാത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ എനിക്ക് കുറച്ച് സമയം തരികയാണെങ്കിൽ ഞാൻ എന്റെ കഥകളും ചരിത്രങ്ങളൊക്കെ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞു 37 പേര് സക്കാത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ 37 പേരും സക്കാത്ത് കൊടുക്കുന്നവരായി മാറണം. നമ്മുടെ ഈ മഹലിൽ ഒരു വീടില്ലാത്ത ഒരാൾ പോലും ഉണ്ടാവരുത്, ഭവനരഹിതരായവരുണ്ടാവരുത്, കച്ചവടമില്ലാത്തവരുണ്ടാവരുത്. എല്ലാവരും കച്ചവടക്കാരായി, എല്ലാവരും വീടുള്ളവരായി. മഹാന്മാരായ സഹാബികൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ദൈവത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് മൗലാന സജ്ജാദ് ബിൻ റഹ്മാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു വലിയ മഹാപണ്ഡിതനായിരുന്നതോടൊപ്പം അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനായിരുന്നു. ഐക്യരാഷ്ട്ര സഭയിൽ മൗലവിമാരുടെ കൂട്ടത്തിൽ സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ, അത് ഇംഗ്ലീഷും ഉറുദുവും കലർന്ന ഭാഷയിൽ ഐക്യരാഷ്ട്ര സഭയിൽ അർത്ഥഗർഭമായ ഒരു പ്രഭാഷണം അദ്ദേഹം നടത്തി. അതിനുള്ളൊരു അവസരം കിട്ടി. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ സബ്ജക്ട് എന്തായിരുന്നല്ലോ? ഇസ്ലാമിക സാമ്പത്തികം എന്നായിരുന്നു. അതിനെ അദ്ദേഹം ഊന്നി പറഞ്ഞത് സക്കാത്തിനെയാണ്. ആ സക്കാത്തിനെ മഹാനവറുകൾ ഊന്നി പറഞ്ഞപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രതിനിധികളൊക്കെ അത് വളരെ ചെവിയോർത്ത് കേൾക്കുകയും അത് നന്നായി കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തപ്പോ അന്നത്തെ ജനറൽ സെക്രട്ടറി കോഫി അന്നൻ അത് എഴുതി തയ്യാറാക്കി അദ്ദേഹത്തിന്റെ ഒരു മുസ്ലിയാരിന്റെ, ഒരു മൗലാനയുടെ, ഒരു പണ്ഡിതന്റെ, ഒരു ഉസ്താദിന്റെ ഐക്യരാഷ്ട്ര സഭയിലെ പ്രസംഗം എഴുതി തയ്യാറാക്കി
അദ്ദേഹം കോഫി അന്നൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ചർച്ച ചെയ്ത അദ്ദേഹത്തിന്റെ കുഗ്രാമത്തിൽ ഇസ്ലാമിന്റെ സക്കാത്ത് നടപ്പിലാക്കിയത് അബൂബക്കർ നാസർ ജബ്ബാർ ഷുക്കൂർ അല്ല, കോഫി അന്നനെ നടപ്പിലാക്കി. കോഫി അന്നന്റെ കുഗ്രാമത്തിൽ സക്കാത്ത് നടപ്പിലാക്കിയപ്പോൾ സമ്പൂർണമായ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അദ്ദേഹം കൊണ്ടുവന്നു എന്നോ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, സഹാബികളുടെ കാലഘട്ടം മുതൽ തന്നെ ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, സൂറത്ത് ബഖറയിൽ 21 ആയത്തിൽ ബദർ സംവിധാനം രണ്ടാമത്തേതാണ്. ഒന്ന് സദഖ, രണ്ടാമത്തേതാണ് സക്കാത്ത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഈശോയെ കൈയിട്ടിട്ട് നാളെ 100 രൂപ ഇരിക്കട്ടെ, എന്റെ ഈ കൊല്ലത്തെ സക്കാത്താണ്. അവൻ മരിക്കുന്നത് വരെ 100 രൂപ വാങ്ങിച്ചുകൊണ്ടിരിക്കും. വാങ്ങുന്നവൻ കൊടുക്കുന്നവനായി മാറണം. അതാണ് സക്കാത്ത്. ഈ സൂറത്ത് ബഖറ 21 ആയത്തുകളിൽ ബദർ സംവിധാനമായി മൂന്നാമത് പറയുന്നത് എന്താണെന്നറിയോ? ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാണ് എന്ന് ഞാൻ ഈ സദസ്സിനോട് ചോദിക്കുന്നില്ല. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാണ്? ആയത്ത് കുർസിയ. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഖുർആനിലെ കടം കൊടുക്കുന്നതിനെ കുറിച്ചും വാങ്ങുന്നതിനെ കുറിച്ചുള്ള ആയത്താണ്. പഠിച്ചു വെച്ചാൽ ഒരു പേജ് മുഴുവനും ഒരൊറ്റ ആയത്താണ്. ആ ആയത്തിൽ പടച്ചു തമ്പുരാൻ പറയുന്നത് കടം കൊടുക്കണേ, കടം കൊടുക്കുമ്പോൾ എഴുതി വെക്കണേ, 3 സാക്ഷികൾ വേണേ, കടം കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മനുഷ്യർക്കിടയിൽ സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. ഇതുള്ളവനെ കൊടുക്കുള്ളൂ അല്ലേ? എനിക്കൊരു 10 ലക്ഷം രൂപ മറിക്കണം, എന്റെ സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് നോക്കും. ഇയാൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? പക്ഷെ കടം കൊടുക്കുക, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കടം കൊടുത്താൽ 2 പ്രാവശ്യം സദഖ ചെയ്തതിന്റെ കൂലിയാണ്. ഒരാള് 1 ലക്ഷം രൂപ കടം കൊടുത്താൽ 2 ലക്ഷം രൂപ കടം കൊടുത്തതിന്റെ കൂലിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അങ്ങോട്ടും പൈസ കടം കൊടുക്കണം, വാങ്ങണം. കടം കൊടുക്കുകയും കടം തിരിച്ചടക്കുകയും ചെയ്യണം. കടം തിരിച്ചടയ്ക്കുന്നതിന്റെ ഗൗരവത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസുകൾ മൊത്തം പരിശോധിച്ചു നോക്കിയാൽ കടം എപ്പോൾ വാങ്ങുന്നോ, ഏത് ഡേറ്റ് വെച്ചുകൊണ്ടാണോ കടം വാങ്ങിയത്, അത് കൃത്യമായി തിരിച്ചടയ്ക്കണം. 3 സാക്ഷികളെ വെക്കണം കടം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും. ഒരു മഹല്ലിൽ ഈ 3 സംവിധാനം ക്രിയാത്മകമായി നമ്മൾ നടപ്പിലാക്കിയാൽ, ഒന്നേ ഹറാമാക്കിയതുള്ളത് പലിശയാണ്. 3 കാര്യങ്ങളാണ് ബദർ സംവിധാനമായി പടച്ചതമ്പുരാൻ നടപ്പിലാക്കിയതെന്ന് നമ്മൾ പഠിക്കുമ്പോൾ മഹല്ലുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാഞ്ഞിരപ്പള്ളിയിലെ മെയിനാർ പള്ളി അടക്കമുള്ള 12 മഹല്ലുകളിലും ഇത്തരം സക്കാത്തിന്റെയും സ്വതക്കയുടെയും സംവിധാനമായി നമ്മൾ മുന്നോട്ട് പോയാൽ 17 അംഗ കമ്മിറ്റിയുടെ ഒരു പള്ളിക്ക് 17 അംഗ കമ്മിറ്റി ഉണ്ടെങ്കിൽ അതിൽ 7 പേരെ എന്താക്കണമെന്നറിയോ? 7 പേരെ ഈ ഒരു സംവിധാനത്തേക്ക് മാറ്റണം. നിങ്ങൾ എന്തായിരിക്കണം? നിങ്ങൾ സക്കാത്തിന്റെ സംവിധാനത്തിലേക്ക്, കടം കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് ഈട് വെച്ചിട്ട് കടം കൊടുക്കുക. അതിന് വ്യവസ്ഥകളുണ്ട്. എല്ലാ കമ്മിറ്റിയിലും കേരളത്തിലെ മുഴുവൻ മഹല്ലുകളിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ കണ്ണുനീരൊപ്പാൻ പറ്റും. ഒരുപാട് പേരെ ആത്മഹത്യയിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രിയമുള്ളവരെ, അവസാനിപ്പിക്കട്ടെ. എന്റെ രണ്ടാമത്തെ വിഷയം ഇതിനേക്കാൾ ഗൗരവതരമായ ഒരു വിഷയമാണ്. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഭൂമി കിടുകിടാവറച്ചു. അതിഭയങ്കരമായ ഭൂകമ്പം. ആ വാക്കിൽ തന്നെ ഒരു വിറക്കലുണ്ട്. കിടുകിടാവറച്ചു. 74 ഭൂമി കുലുക്കമാണ് തുർക്കി, സിറിയയുടെ ചെറിയ ഭാഗങ്ങളിൽ നടന്നത്. 74 കുലുക്കമാണ് നടന്നത്. നിങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ, നേരം വെളുപ്പിക്കുമ്പോൾ എന്ന് നിങ്ങൾ നിർഭയരാണോ? തുർക്കിയിൽ കിടന്നുറങ്ങി. തുർക്കിയിൽ നടന്നതൊക്കെ ഞാൻ വിവരിക്കേണ്ടതില്ലല്ലോ. നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഭൂമി കിടുകിടാ വിറച്ചു.
ഫഖാൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു സമുദായത്തോട് മിമ്പറിൽ കയറി നിന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, അറബ് ലോകത്ത് മുഴുവൻ ഭൂമി കുലുങ്ങിയിരിക്കുകയാണ്. മാ കാനത് ഹാദിഹി സൽസലതു ഇല്ലാ അൻ ശൈഇൻ അഹ്ദസതുമു. നിങ്ങൾക്കിടയിൽ എന്തോ ഹറാമുകൾ ഉണ്ടായിരിക്കുന്നു, നിങ്ങൾക്കിടയിൽ എന്തോ നിഷിദ്ധങ്ങൾ വർദ്ധിക്കുന്നു, നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ വ്യാപകമാകുന്നു. അച്ഛൻ ഗർഭിണിയായി പ്രസവിച്ചു, സ്ഥലം മുറിച്ച് കളഞ്ഞ് മുടിയും മുറിച്ച് കളഞ്ഞ് അവളെ പിടിച്ച് അച്ഛനാക്കുകയാണ് ഇവിടുത്തെ നിരീശ്വരവാദികൾ. നിരീശ്വരവാദത്തിലേക്ക് പോകുന്ന ചെറുപ്പക്കാരെ കേട്ടോ, ഒരു പെണ്ണിനെ പിടിച്ച് എങ്ങനെ അച്ഛനാക്കി? അച്ഛൻ പ്രസവിച്ചു, ആ പ്രസവിച്ചവൾ എങ്ങനെ മുലപ്പാൽ കൊടുക്കും? പ്രകൃതിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അച്ഛൻ പ്രസവിച്ചിട്ട് സ്വന്തം സ്ഥാനം മുറിച്ചു കളഞ്ഞിട്ട് എങ്ങനെയാ മുലപ്പാൽ കൊടുക്കുന്നത്? ചിന്തിക്ക് സഹോദരങ്ങളെ, നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ അരുതാത്തതും പ്രകൃതിക്ക് വിരുദ്ധമായും സംഭവിക്കുന്നു. അതാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി നിന്നിട്ടാ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എന്റെ ഈ ശരീരം ഏതൊരു പടച്ചവന്റെ കയ്യിലാണോ ആ പടച്ചവനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, ഈ ഭൂമികൾക്ക് ഇനി മടങ്ങി വന്നാൽ ലാ അസ്കിനുക്കും ഫീഹാ അബദാ, ഈ അറബ് രാജ്യത്ത് ഇനി ഞാൻ ജീവിക്കുകയില്ല. ഞാൻ ഭയപ്പെടുകയാണ് മഹാന്മാരുടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ ഭയപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ജീവിക്കുന്നത്. നമുക്കറിയാം, ഭൂമിയുടെ ഭൗമ പാളികൾ, അതിന്റെ മുകളിലാണ് വൻകരകൾ, 7 കരകൾ ഭൂമിയുടെ ഭൗമ പാളികളിലാണ്. അതിന്റെ പ്ലേറ്റുകൾ കൂട്ടിമുട്ടിടിക്കുമ്പോഴാണ് ആ ഒരു പ്രദേശത്ത് ഭൂമികുലുക്കം ഉണ്ടാകുന്നതെന്ന് ശാസ്ത്രം പറയുന്നു. യൂറോപ്പിന്റെയും ആഫ്രിക്കയുടെയും അറബ് രാജ്യങ്ങളുടെയും ഒക്കെ പ്ലേറ്റുകളുടെ അതിന്റെ സംഗമ ഭൂമി തുർക്കി, സിറിയ പ്രദേശങ്ങളിലാണ്. അതിന്റെ ഭൂമിയുടെ ഭൗമപാളികളുടെ പ്ലേറ്റുകൾ കൂട്ടിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭൂമികുലുക്കമാണ്. 1944 നടന്ന വലിയൊരു ഭൂമികുലുക്കത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വലിയ ഒരു ക്യാമ്പയിൻ നടത്തി 5 കോടി ജനങ്ങളെ ഈ വിഷയത്തിൽ ബോധവാന്മാരാക്കി. നമ്മുടെ ഈ രാജ്യം ഭൂമികുലുക്കത്തിന്റെ രാജ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ കെട്ടിടങ്ങൾ പണിയുമ്പോൾ സൂക്ഷിച്ച് കെട്ടിടങ്ങൾ പണിയണം. നിയമങ്ങളൊക്കെ പുതുക്കി അവർക്ക് കൊടുത്തു. അവർക്കൊക്കെ എല്ലാ തരത്തിലുള്ള പരിശീലനവും നൽകി. പക്ഷെ ഈ പരിശീലനങ്ങൾക്കും അപ്പുറം പടച്ചതമ്പുരാന്റെ തീരുമാനം തുർക്കിയിലും സിറിയയിലും വന്നിരിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് വർഗീയത കണ്ടെത്തുന്നവരുണ്ട്. അതുകൊണ്ട് എവിടെയൊക്കെ നമ്മളൊക്കെ മുൻകരുതലുകൾ എടുത്താലും നമ്മളാരും ഈ ഭൂമിയിൽ നിർഭയരല്ല. നമ്മളാരും വീട്ടിൽ കടന്നിറങ്ങുമ്പോൾ നിർഭയരല്ല എന്ന് നമുക്ക് നല്ല തോന്നലുകൾ വേണം. ഹറാമുകളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിന്ന് മാറി നിന്ന് ജീവിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരൻ,